Fluency in English is something many people want. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ്. ഐ റിമെമ്പർ വെൻ ഐ വാസ് എ യങ് സ്റ്റുഡൻറ്റ് ലൈക്ക് യു. ഞാൻ ഓർക്കുന്നു, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളെപ്പോലെ ഐ വാണ്ടഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഐ വാണ്ടഡ് ടു ബി എ ഫ്ലുവൻറ്റ്. ഒരു ഫ്ലുവൻ്റായ ആളാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ബട്ട് ഐ വാസ് ഷൈ. പക്ഷേ എനിക്ക് സംസാരിക്കാൻ മടിയായിരുന്നു. ആൻഡ് ഐ മെയ്ഡ് മെനി മിസ്റ്റേക്സ്. സംസാരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ ഞാൻ വരുത്തിയിരുന്നു. വൺ ഡേ എ ടീച്ചർ സെഡ് ടു മീ. ഒരു ദിവസം ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, യു ക്യാൻ ബി ഫ്ലുവൻറ്റ് ഇഫ് യു പ്രാക്ടീസ് എവറി ഡേ. നീ എന്നും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയും. ദിസ് സെൻറ്റൻസ് ചേഞ്ച്ഡ് മൈ ലൈഫ്. ഈ വാചകം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. വെൻ യു വാണ്ട് സംതിങ് യു മസ്റ്റ് വർക്ക് ഫോർ ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് വർക്ക് ചെയ്യണം. ഫ്ലുവൻസി ഡസ് നോട്ട് കം ഇൻ വൺ ഡേ. ഫ്ലുവൻസി ഒരൊറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല. ഇറ്റ് ഈസ് ലൈക്ക് പ്ലാന്റിങ് എ ട്രീ. നമ്മളൊരു മരം നടുന്നത് പോലെയാണത്. യു പുട്ട് ദ സീഡ് ഇൻ ദ ഗ്രൗണ്ട്. നിങ്ങളൊരു വിത്ത് മണ്ണിൽ നടുന്നു, വാട്ടർ ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് സൺഷൈൻ. അതിന് വെള്ളം നനക്കുന്നു, അതിന് സൂര്യപ്രകാശം ക്രമീകരിക്കുന്നു. എവറി ഡേ യു കെയർ ഫോർ ഇറ്റ്. എല്ലാ ദിവസവും നിങ്ങളതിനെ ശുശ്രൂഷിക്കുന്നു. ദെൻ വൺ ഡേ ദ ട്രീ ഗ്രോസ് ബിഗ് ആൻഡ് സ്ട്രോങ്. അങ്ങനെ മരം വളർന്നു വലുതാവുന്നു. ദ സെയിം ഈസ് ട്രൂ ഫോർ ഫ്ലുവൻസി. ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ കാര്യത്തിലും ഇത് സമമാണ്. വൺ ഡേ എ സ്റ്റുഡൻറ്റ് കെയിം ടു മീ. ഷീ വാസ് വെരി സാഡ്. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നു. അവൾ വളരെ ദുഃഖിതയായിരുന്നു. ഷീ സെഡ്, ടീച്ചർ ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ടീച്ചർ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ബട്ട് ഐ ആൾവേസ് ഫോർഗെറ്റ് ദ വേർഡ്സ്. ബട്ട് ഞാൻ എപ്പോഴും വാക്കുകൾ മറന്നു പോകുന്നു. ഐ സ്മൈൽഡ് ആൻഡ് സെഡ്. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഡു നോട്ട് വറി. വിഷമിക്കേണ്ട കാര്യമില്ല. ഫ്ലുവൻസി ഈസ് നോട്ട് അബൌട്ട് റിമെമ്പറിങ് ഓൾ ദ വേർഡ്സ്. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ എല്ലാ വാക്കുകളും ഓർത്തു വെക്കുക എന്നുള്ളതല്ല കാര്യം. ഇറ്റ്സ് അബൌട്ട് പ്രാക്ടീസ്. അത് പ്രാക്ടീസ് ചെയ്യലാണ് കാര്യം. ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഹോപ്പ് ഇൻ ഹെർ ഐസ്. അവൾ പ്രത്യാശയോടെ എന്നെ നോക്കി. ബട്ട് ഹൗ ക്യാൻ ഐ പ്രാക്ടീസ്? പക്ഷേ എനിക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും? ഷി ആസ്ക്ഡ്. അവൾ ചോദിച്ചു. ഐ ടോൾഡ് ഹെർ പ്രാക്ടീസ് ഈസ് എവ്രിവെയർ. ഞാൻ പറഞ്ഞു, പ്രാക്ടീസ് എവിടെ വേണമെങ്കിലും ചെയ്യാം. യു ക്യാൻ പ്രാക്ടീസ് ബൈ ടോക്കിംഗ് ടു യുവർ ഫ്രണ്ട്സ്. നിൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ച് നിനക്ക് പ്രാക്ടീസ് ചെയ്യാം. ബൈ ലിസണിങ് ടു സ്റ്റോറീസ്. കഥകൾ കേട്ട് നിനക്ക് പ്രാക്ടീസ് ചെയ്യാം. ബൈ സിംഗിങ് സോങ്സ്. പാട്ടുകൾ പാടി പ്രാക്ടീസ് ചെയ്യാം. യു ക്യാൻ പ്രാക്ടീസ് എവറി മൊമെൻറ്റ് ഓഫ് ദ ഡേ. ദിവസത്തിൻ്റെ ഓരോ നിമിഷവും നിനക്ക് പ്രാക്ടീസ് ചെയ്യാം. ഐ റിമെമ്പർ വെൻ ഐ വാസ് ഇൻ സ്കൂൾ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ സ്കൂളിലായിരുന്ന സമയത്ത് ഐ ലവ്ഡ് സ്റ്റോറീസ്. എനിക്ക് കഥകൾ ഇഷ്ടമായിരുന്നു. ഐ വുഡ് ലിസൺ ടു ദം എവറി നൈറ്റ്. ഞാൻ എല്ലാ രാത്രിയും കഥകൾ വായിക്കുമായിരുന്നു. മൈ ടീച്ചർ വുഡ് റീഡ് ടു അസ് ആൻഡ് ഐ വുഡ് റിപ്പീറ്റ് ദ വേർഡ്സ്. മൈ ടീച്ചർ വുഡ് റീഡ് ടു അസ്. ഞങ്ങളുടെ ടീച്ചർ കഥകൾ വായിച്ചു തരുന്നു. ഐ വുഡ് റിപ്പീറ്റ് ദ വേർഡ്സ്. ഞങ്ങൾ വാക്കുകൾ ആവർത്തിക്കും. അറ്റ് ഫസ്റ്റ് ആദ്യമൊക്കെ ഐ വാസ് സ്ലോ. ഞാൻ പതുക്കെയായിരുന്നു. ബട്ട് വിത്ത് ടൈം കൂടെ ഐ ബിക്കം ഫാസ്റ്റർ. ഞാൻ വേഗത്തിലാവാൻ തുടങ്ങി. ഐ ലേൺഡ് ന്യൂ വേർഡ്സ്. ഞാൻ പുതിയ വാക്കുകൾ പഠിച്ചു. ആൻഡ് മൈ കോൺഫിഡൻസ് ഗ്രൂ. എൻ്റെ ആത്മവിശ്വാസം വളർന്നു. അനദർ സ്റ്റുഡൻറ്റ് ആസ്ക്ഡ് മീ. മറ്റൊരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, ടീച്ചർ, ഈസ് ഫ്ലുവൻസി ഓൺലി അബൌട്ട് സ്പീക്കിംഗ് ഫാസ്റ്റ്? ഈ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ സംസാരിക്കുക എന്നത് മാത്രമാണോ? ഐ സെഡ് നോ. ഞാൻ പറഞ്ഞു, അല്ല. ഫ്ലുവൻസി ഈസ് അബൌട്ട് സ്പീക്കിംഗ് ക്ലിയർലി. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ വ്യക്തമായി സംസാരിക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് അതേഴ്സ് അണ്ടർസ്റ്റാൻഡ് യു. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. യു ഡു നോട്ട് ഹാവ് ടു സ്പീക്ക് ക്വിക്ക്ലി.
നീ വളരെ വേഗത്തിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു ഹാവ് ടു സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. നീ ആത്മവിശ്വാസത്തോടെ സംസാരിക്കണം. There was once a boy in my class who spoke very fast. ഒരിക്കലും എൻ്റെ ക്ലാസ്സിൽ വളരെ വേഗത്തിൽ സംസാരിക്കുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ബട്ട് നോ വൺ കുഡ് അണ്ടർസ്റ്റാൻഡ് ഹിം. ബട്ട് ആർക്കും അവൻ പറയുന്നത് മനസ്സിലായിരുന്നില്ല. ഐ ടോൾഡ് ഹിം സ്ലോ ഡൗൺ. ഞാൻ അവനോട് പറഞ്ഞു, സാവധാനം സംസാരിക്കുക. സ്പീക്ക് ക്ലിയർലി, വ്യക്തമായി സംസാരിക്കുക. യൂസ് സിമ്പിൾ വേർഡ്സ്, സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഈ ലിസൺ, അവനത് കേട്ടു. ആൻഡ് സൂൺ, വളരെ പെട്ടെന്ന് തന്നെ എവരി വൺ കുഡ് അണ്ടർസ്റ്റാൻഡ് ഹിം. അവൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകാൻ തുടങ്ങി. ഹി ബിക്കെയിം മോർ കോൺഫിഡൻറ്റ്. അവൻ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടായി തുടങ്ങി. ആൻഡ് എൻജോയ്ഡ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് ആസ്വദിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഫ്ലുവൻസി ലൈക്ക് എ ജേണി. ഫ്ലുവൻസി എന്നത് ഒരു യാത്ര പോലെയാണ്. യു ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. നിങ്ങൾ ഒരു തവണ ഒരു അടിയെ മുന്നോട്ട് വെക്കാൻ പറ്റൂ. യു ഡു നോട്ട് റഷ്. ധൃതി കൂട്ടേണ്ട. യു എൻജോയ് ദ പ്രോസസ്സ്. നടക്കുക എന്നുള്ള പ്രക്രിയ ആസ്വദിച്ച് ചെയ്യുക. വൺ ഡേ യു ലുക്ക് ബാക്ക്. ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കുമ്പോൾ ആൻഡ് യു സീ ഹൗ ഫാർ യു ഹാവ് കം. നിനക്ക് കാണാം എത്ര ദൂരം നീ നടന്നു വന്നു എന്ന്. ഐ ഹാവ് സീൻ മൈ സ്റ്റുഡൻസ് ഹൂ വേർ അഫ്രൈഡ് ടു സ്പീക്ക് അറ്റ് ഫസ്റ്റ്. തുടക്കത്തിൽ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് വിത്ത് ടൈം ആൻഡ് പ്രാക്ടീസ്, പക്ഷെ സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ദേ ബിക്കെയിം ഫ്ലുവൻറ്റ്. അവർ വളരെ ഫ്ലുവൻ്റായി. ദർ ഈസ് എ സീക്രട്ട് ടു ഗെയിനിങ് ഫ്ലുവൻസി. ഫ്ലുവൻസി നേടുക എന്നുള്ളതിന് ഒരു ചെറിയ രഹസ്യമുണ്ട്. ഇറ്റ് ഈസ് എ സിമ്പിൾ സീക്രട്ട്. അത് സിമ്പിളായിട്ടുള്ള സീക്രട്ടാണ്. ദ സീക്രട്ട് ഈസ് ടു ലിസൺ. ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് ആ രഹസ്യം. ലിസൺ ടു അതേഴ്സ് സ്പീക്ക് ഇംഗ്ലീഷ്. മറ്റുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ലിസൺ ടു സ്റ്റോറീസ്. കഥകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ലിസൺ ടു സോങ്സ്. പാട്ടുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ലിസൺ ടു കോൺവെർസേഷൻസ്. സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദ മോർ യു ലിസൺ ദ മോർ യു ലേൺ. എത്രത്തോളം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നോ അത്രത്തോളം നിങ്ങൾ പഠിക്കും. Another important thing is to not to be afraid of mistakes. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തെറ്റ് വരുന്നതിന് ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. മിസ്റ്റേക്സ് ആർ അവർ ബെസ്റ്റ് ടീച്ചേഴ്സ്. തെറ്റുകൾ ആണ് നമ്മളുടെ ഏറ്റവും നല്ല ഗുരുനാഥന്മാർ. ഐ റിമെമ്പർ എ സ്റ്റുഡൻറ്റ് ഹു വാസ് വെരി അഫ്രൈഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. തെറ്റുകൾ വരുന്നതിന് വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരു കുട്ടിയെ എനിക്ക് ഓർമ്മ വരുന്നു. ഷീ വുഡ് നോട്ട് സ്പീക്ക് ബിക്കോസ് ഷീ തോട്ട് അതേഴ്സ് വുഡ് ലാഫ് അറ്റ് ഹെർ. മറ്റുള്ളവർ കളിയാക്കുമെന്ന് ഭയപ്പെട്ട് അവൾ സംസാരിക്കില്ലായിരുന്നു. ഐ ടോൾഡ് ഹെർ ഡു നോട്ട് വറി അബൌട്ട് മിസ്റ്റേക്സ്. ഞാൻ അവളോട് പറഞ്ഞു, തെറ്റുകളെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. എവരി മിസ്റ്റേക്ക് ഈസ് എ ലെസൺ. ഓരോ തെറ്റും നമുക്ക് ഓരോ പാഠങ്ങളാണ്. വൺ ഡേ ഷീ ഡിസൈഡഡ് ടു സ്പീക്ക് ഇൻ ക്ലാസ്. ഒരു ദിവസം അവൾ ക്ലാസ്സിൽ സംസാരിക്കാൻ തീരുമാനിച്ചു. ഷീ മെയ്ഡ് മെനി മിസ്റ്റേക്സ്. അവൾ ഒരുപാട് തെറ്റുകൾ വരുത്തി. ബട്ട് ഷീ ഡിഡ് നോട്ട് സ്റ്റോപ്പ്. അവൾ നിർത്തിയില്ല. ഷീ കെപ്റ്റ് സ്പീക്കിംഗ്. അവൾ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. ആഫ്റ്റർ എ വൈൽ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഷീ ബിക്കെയിം ബെറ്റർ. അവൾ വളരെയധികം നന്നായി. ഷീ ടോൾ മീ. അവൾ എന്നോട് പറഞ്ഞു, ടീച്ചർ ഐ എം നോട്ട് എഫ്രൈഡ് എനിമോർ. ഞാൻ ഇനി ഭയപ്പെടില്ല. ദാറ്റ് വാസ് എ ഡേ ഷീ സ്റ്റാർട്ടഡ് ടു ബിക്കം ഫ്ലുവൻറ്റ്. ആ ദിവസമായിരുന്നു അവൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. ഫ്ലുവൻസി ഈസ് ആൾസോ അബൌട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്. ഫ്ലുവൻസി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്നുള്ളത് കൂടിയാണ്. വെൻ യു തിങ്ക് ഇൻ ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുമ്പോൾ യു സ്റ്റാർട്ട് ടു സ്പീക്ക് മോർ നാച്ചുറലി. നിങ്ങൾ കൂടുതൽ സ്വാഭാവികമായി സംസാരിക്കാൻ തുടങ്ങും. ഐ വാൺസ് ഹാഡ് എ സ്റ്റുഡൻറ്റ്. എനിക്ക് ഒരിക്കലൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവൻ്റെ ലാംഗ്വേജിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വിദ്യാർത്ഥി. ദിസ് മെയ്ഡ് ഹിം സ്ലോ ആൻഡ് കൺഫ്യൂസ്ഡ്. ഇത് കാരണം അവന് ആശയക്കുഴപ്പം ഉണ്ടാവാനും അവൻ്റെ സംസാരം പതുക്കെ ആവാനും തുടങ്ങി. ഐ ടോൾഡ് ഹിം. ഞാൻ അവനോട് പറഞ്ഞു, ട്രൈ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. ഈവൻ വെൻ യു ആർ അലോൺ. നീ തനിച്ചിരിക്കുമ്പോഴും തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ചിന്തിക്കുക. ഈ ട്രൈഡ് ദിസ്. അവനത് ശ്രമിച്ചു നോക്കി. ആൻഡ് സ്ലോലി, അങ്ങനെ പതുക്കെ ഹി ബിക്കെയിം മോർ ഫ്ലുവൻറ്റ്. അവൻ കൂടുതൽ ഫ്ലുവൻ്റായി. ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ് മൈ ചാനൽ. We will see you soon. Take care of yourself and stay safe.